പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പ്. നമ്മൾ 3 ഡെസ്റ്റിനേഷനാണ് പ്ലാനിങ്ങിലുള്ളത്. ഒന്ന് സൈലൻറ്റ് വാലിയാണ്, മറ്റൊന്ന് വെരിശി വാലിയാണ്, പാത്രക്കടവ് എന്ന് പറയും. പിന്നെ ഒന്നുള്ള കേരളകുണ്ടാണ്. കേരളകുണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല, നമ്മൾ പോയാൽ തന്നെ അറിയുള്ളൂ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. കാരണം കുഴപ്പമില്ലാത്ത വേനലായി തുടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ സെൻട്രൽ വാനിൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ബുക്കിംഗ് കംപ്ലീറ്റ് ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ വണ്ടികൾ കയറ്റി വിടൂല എന്നാണ് വിളിച്ചപ്പോൾ ഓല് നമുക്ക് കിട്ടിയ വിവരം. ബാക്കി അവിടെ പോയാലേ അറിയുള്ളൂ എന്താ എങ്ങനെയാണെന്നുള്ളത്. അവിടെ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡിങ് ഈ 3 സ്പോട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കൂടെ ഫവാസ്, മുബാറക്ക്, സബാൻ. ചായ കുടിക്കാനായിട്ട് സമയം 10 മണി. ഹോട്ടലിൽ പെരും തിരക്ക്, പൊറാട്ടക്ക് വരി, ഹോട്ടല് ഫുള്ള്. 10 മണിയായി, ഫുള്ള് ചാടിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ അടുത്ത ഹോട്ടലിൽ തപ്പട്ടെ. ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി. രണ്ടാമത് വേറൊരു ഹോട്ടൽ. അത് കയറി ഇറങ്ങിയോണ്ട് മഴയില്ലാത്ത ഓർഡർ ആയിട്ട് വരണം. രണ്ട് പൊടിച്ച നമുക്കാണ് നമ്മള് പൊടിച്ചായ കാരണം കഴിക്കരുത്. സ്ഥലത്തിന്റെ പേര് ചുങ്കം പുന്നക്കാട് ചുങ്കം അങ്ങനെ എന്തോ ആണ്. എന്നാലും അവിടെ ഈ ഹോട്ടൽ ബിസ്മില്ല, സൂപ്പർ ഭക്ഷണം കേട്ടോ. ധൈര്യത്തിൽ കയറിക്കോളെ. പുന്നക്കാട് അങ്ങാടി നല്ല സൂപ്പർ ഭക്ഷണം. ഞങ്ങൾ 4 ആൾ കഴിച്ചു. 410 എങ്ങാണ്ടാണ് എൻ്റെ ബില്ല് വന്നത്. നല്ല ലൈവ് പൊറോട്ടയും നല്ല ബീഫും ലിവറും. കേരളം കൊണ്ട് ഓർഡർ പോവാ. ആണെങ്കിൽ മേടിക്കാം. ഷബാന് പണ്ട് പുളിച്ചാറുണ്ടാവും. പുളിച്ചാറിന്റെ പീടിയെന്ന് ഇതങ്ങനെ ഒരു ബോർഡ് കാണും. എന്റെ നേരെ ഓപ്പോസിറ്റ്. പുളിച്ചാർ റെഡി. അതെ, ഇവിടെ നമ്മള് 10 രൂപയ്ക്ക് മേടിക്കാം. 15 ഇപ്പൊ തരാറാ. അതെ, മുബാറക്ക് മാങ്ങ ചെക്കന്മാർക്ക് ഇങ്ങോട്ട് റിട്ടേൺ വരണം കേട്ടോ. കഴിഞ്ഞ് വരേക്കാരല്ലേ. സൈഡ് മൊത്തം പച്ചപ്പ് കുശുമ്പളത്തിന്റെ കേട്ടോ. അവിടെ ഒരു മല കാണാൻ കേട്ടോ. നല്ലൊരു മല കാണാനുണ്ട്. പറ്റാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കുന്നപ്പുറത്ത് കയറാൻ പറ്റുന്നുണ്ട്. പച്ചപ്പന്നെ ഫുൾ പച്ചട്ടോ. വഴി ചെറുതാണ്. അപ്പോൾ അതേമാതിരി ഓപ്പോസിറ്റ് വണ്ടികൾ വരുമ്പോൾ ഇതേമാതിരി കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ വഴിയിലുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ 2-3 വണ്ടികൾക്ക് ഇങ്ങനെ കസ്റ്റഡി ചെയ്തെടുത്ത് അടുത്ത വണ്ടിയാണ്.
ഭംഗിയുണ്ട്. ചെറിയ വഴിയാണ് നമ്മൾ. 2 കാറ് വന്ന ടാസ്ക്കാണ്. പാറമ്മമാര് അങ്ങനെ നമ്മള് കോങ്കർ റോഡ് കഴിഞ്ഞു. ഓഫ് റോഡായി. സൈഡില് കാടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മല. പേ പാർക്കിംഗ് ഉണ്ട്. വീട് വലിയ സ്ഥലമുണ്ട്. കേരളം കൊണ്ട് വിളിച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ അല്ല, ചില 30 ഉണ്ടോ? ഒരാൾക്ക് 20 അല്ലേ? അതെ. ഇതിൻ്റെ അടുത്തായിട്ടൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 റുപ്യ, 4 ആൾക്ക് 80 റുപ്യ. വഴി നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴേ കുട്ടികളെ മോട്ടറാക്കാൻ പറ്റിയൊരു ഏരിയ ഇവിടെ ഉണ്ട്. പാർക്ക് പോലെ വെള്ളത്തിൽ ഇറക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളിവിടെ പാർക്കിൽ ഇറക്കിയിട്ട് മോട്ടറാക്കാം. ആ വഴി അങ്ങനെ ഇറങ്ങിയിട്ട് ഈ കോണി ഇങ്ങനെ ഇറങ്ങി വന്നാൽ അത് ഞാൻ നേരത്തെ കാണിച്ച പാർക്ക്. ഇവിടെ ഫുൾ ഗാർഡൻ. രാഹുലില്ലേ ഞാൻ വെറുതെ ചാടിയതാ. നല്ല ക്ലിയർ വെള്ളമാണ്. സ്ഥലം എത്തിട്ടോ? അല്ലേ? ഇല്ല. സൈഡിൽ വെള്ളച്ചാട്ടം. വേനലായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേരള കൊണ്ട്. ശബാന മുന്നേ വന്നിട്ടുണ്ട്. കയറുമ്പോൾ ഇങ്ങനെ പിടിച്ച് കയറാം. ലാഡർ ഇവിടെ ക്ലോസ്ഡ് ആണ്. സിമ്പിളായിട്ട് കയറി പോരാണോ? പിന്നെ ഇന്ന വേണമെന്ന് ലോണെടുത്താൽ മതി. ആ മുബാറക്ക് അത് അതിസാഹസികമായി ഇറങ്ങണം. ഈ ഇറങ്ങൽ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്, പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ. കുഴപ്പമൊന്നുമില്ല, അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. കേരളകുണ്ടിൽ എത്യകൗതുകത്തിൽ ലാൻഡ്സ്കേപ്പിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോട്ടയത്തിലുള്ളത്.
സോ ഫോണൊന്ന് റൊട്ടേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മര്യാദക്ക് തന്നെ വീഡിയോ കാണാം. ഏകദേശം ഒരു ഉച്ച വരെ ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങളെ കളിയും കുളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു. നമ്മൾ ഈ വഴിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നാൽ നമ്മൾ പാർക്കിൽ കൂടെ വന്ന റോഡ്. ഇവിടെ മേലെ 2 സ്പേസ് ഉണ്ട് പറഞ്ഞതില്ലേ. ഇപ്പോഴത്തെ ഫസ്റ്റത്തെ ഏരിയക്കാണ് ഈ കാണുന്ന ഏരിയ. ഇവിടെ ഏകദേശം ഒരു അത്യാവശ്യം കുണ്ടുണ്ട്, ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ്. ഇനി മേലൊരു ഏരിയയും കൂടി ഉണ്ട്. ചെറിയ നീർച്ചാലുമാര് ഇതിങ്ങനെ വെള്ളം പോയിട്ടാണ് അവിടെ നമ്മളാ വലിയ ഇതില് കുളിച്ചിരുമ്പോൾ. ഇനി കുറച്ച് ഒച്ചവിളിയൊക്കെ കുറഞ്ഞിട്ട് കുറച്ച് പ്രൈവസിയിൽ ഫാമിലിയിലൊക്കെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് കയറുന്നതാവും നല്ലത്. നല്ല ഭംഗിയല്ലേ നമ്മളെ സാധാരണ പെറ്റ് ഷോപ്പിലൊക്കെ കാണുന്ന മീനുകളിതാ. നമ്മൾ അത്യാവശ്യം ഇങ്ങോട്ട് മേലെ കയറി പോന്നപ്പോൾ ഉള്ള വ്യൂ ആണ്. ഇതിങ്ങനെ ചെറുതാണ്, എല്ലാവരും ഉണ്ട്. ഇനി അവിടെ പോണോ? പോവല്ല, റിട്ടേൺ പോവാം. എപ്പോഴും നമ്മൾ പാർക്ക് ചെയ്യുമ്പോഴും ബാക്കിയുള്ളവർ പാർക്ക് ചെയ്യുമ്പോഴും ഇതേമാതിരി ബുദ്ധിമുട്ടാക്കാത്ത നിലക്കെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നല്ല നിർത്തണമെങ്കിൽ ബോധം വേണം മറ്റുള്ളവർക്ക് എടുക്കാനാന്നുള്ളത്.